ശരി, PV Anwar, ഇപ്പോൾ കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണം. കോടതി ഈ റിപ്പോർട്ട് ഈ പറയുന്ന ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തിരിക്കുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ കോടതി അത് അംഗീകരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, കോടതിയെ സംബന്ധിച്ച് എല്ലാത്തിനും പരിമിതികളുണ്ടല്ലോ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ കോടതികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കോടതിക്ക് നേരിട്ട് വന്ന് അന്വേഷണം നടത്താൻ കഴിയാത്ത നിയമപരിമിതിയുള്ള നാടാണല്ലോ നമ്മുടെ നാട്. അതാണല്ലോ പരമാവധി. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ജുഡീഷ്യറിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഏത് ഏജൻസിയാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതുപോലെ നിൽക്കുന്ന ഒരു കമ്മീഷണറുടെ റിപ്പോർട്ടാണ് അവിടെ കോടതിയുടെ മുന്നിലുള്ളത്. ശ്രീ PV Anwar, ആ റിപ്പോർട്ടിലാണ് MR അജിത് കുമാറിനെതിരെ പരാമർശമുള്ളത്. മാത്രമല്ല, ഒരു ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവർ ട്രാക്ടറിലേക്ക് ഇങ്ങനെ ആളുകളെ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്ന് കോടതി അങ്ങ് വിശ്വസിക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. അവിടെ ചട്ടം ലംഘിച്ച് യാത്ര നടത്തിയിരിക്കുന്ന ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള വിഷയം വരുന്നത്, ഇപ്പോൾ കമ്മീഷണർ കൊടുത്ത ദേവസ്വം കമ്മീഷണർ കൊടുത്ത പരാതിയോ അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലോ പറയുന്ന കാര്യങ്ങൾ കമ്മീഷണറുടെ കയ്യിൽ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന വീഡിയോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, കോടതിക്ക് അതിന് നമ്മൾ തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ കോടതിക്ക് ഈ പറയുന്ന ഫുട്ടേജുകൾ എത്തിക്കാൻ വേണ്ടി പറയാനേ സാധിക്കുള്ളൂ. ആ ഫുട്ടേജുകൾ എത്തിക്കുന്ന പോലീസാരാ? ഈ അജിത് കുമാറിൻ്റെ പോലീസാണ്. അവരതിൽ എന്ത് മാനിപ്പുലേഷൻ നടത്തും എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ. ഇതൊന്നുമല്ല ഒരു ട്രാക്ടറിൽ കയറി പോയ പ്രശ്നം മാത്രമല്ല സ്മൃതി. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ പറഞ്ഞല്ലോ, വകതിരിവില്ലാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വകതിരിവില്ലാത്ത ഈ ക്രിമിനലിനെ ഇദ്ദേഹം നടത്തിയ ക്രിമിനലിസത്തെക്കുറിച്ച് എത്ര വട്ടം ഈ മന്ത്രി പറഞ്ഞതാണ്. അന്വേഷണ ഏജൻസിക്ക് റിപ്പോർട്ട് മൊഴി കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പൂരം കലങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശ്രീ സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഇദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന പിണറായിയുടെ ഈ നിലപാടിനെ എന്തുകൊണ്ടാണ് ആ ഒരു പാർട്ടിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്തത്? തൃശ്ശൂർ ജില്ലയിലാണ് ഈ പൂരം കലക്കൽ നടന്നത്. അതിൻ്റെ നേർസാക്ഷികളാണ് അന്നത്തെ മന്ത്രി സുനിൽകുമാറും ഇപ്പോഴുള്ള രാജൻ ഉൾപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടും എന്തുകൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല? ഇനിയിപ്പോൾ ഈ തീരുമാനത്തിൻ്റെ ഞാൻ ട്രാക്ടറിലേക്കല്ല വരുന്നത്. ട്രാക്ടർ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻബോൺ ക്രിമിനൽ സ്വഭാവമുണ്ട് സ്മൃതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സുജിത് ദാസിനുണ്ടായിരുന്നു. ഇവർക്ക് രണ്ട് പേർക്കും ഇൻബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അത് കാണാൻ കഴിയും. ഇപ്പം ഇദ്ദേഹം തന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ഒരു തീരുമാനം എടുക്കുന്നത്? അത് അവർക്ക് നിയമം ലംഘിക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ സുജിത് ദാസിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. അദ്ദേഹം എന്തുമാത്രം ആ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിന് ആരോപിച്ച് എനിക്കറിയാം, കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് കൂട്ടുനിന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ വീടിൻ്റെ കണക്കടക്കം അദ്ദേഹത്തിൻ്റെ സ്വത്തടക്കം ഞാൻ പത്രക്കാർക്ക് കൊടുത്ത് കാണിച്ചെന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ളൊരു വ്യക്തി താൻ ജീവിക്കുന്ന തൻ്റെ ക്യാമ്പ് ഓഫീസിൽ കുറച്ച് മരങ്ങൾ മുറിച്ചു പോകുമ്പോൾ അതിൽ നിന്നൊരു തേക്ക് മരം മുറിക്കാൻ, അതും കള്ളത്തരത്തിൽ മുറിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താ? 20,000 രൂപ 30,000 രൂപ വരുന്ന ഒരു തേക്ക് മരത്തിൻ്റെ ഒരു കുറ്റി കള്ളത്തരത്തിൽ കടത്തണം സുജിത് ദാസ് ആഗ്രഹിച്ചെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളെയും, പല ചരിത്രത്തിലും പല നോവലിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ടേബിളിൽ ഒരു കോൺഫറൻസിന് പോയി ഇരുന്നാൽ ആ ടേബിളിൽ നല്ലൊരു പേന ഉണ്ടെങ്കിൽ അത് മെല്ലെ എടുത്ത് അവനൻ്റെ പോക്കറ്റിൽ വെച്ച് പോകുന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു ഇൻബോൺ ക്രിമിനലിസമാണ്. ആ ഇൻബോൺ ക്രിമിനൽ സ്വഭാവമുള്ള 2 IPS ഓഫീസർമാരാണ്, ഒന്ന് സുജിത് ദാസും ഒന്ന് ഈ പറയുന്ന MR അജിത് കുമാറും. അദ്ദേഹം ഇനിയും ഇവിടെ തുടരും. ഇപ്പോൾ പോലീസിൽ വലിയ മാറ്റം, പുതിയ DGP ഒക്കെ വന്നല്ലോ. സത്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷ കാര്യത്തിലില്ല. കാരണം അജിത് കുമാറിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന റവാദ ചന്ദ്രശേഖരന് എന്തെങ്കിലും ഒരു ഈച്ചയെ അവിടെ അനക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല. നമ്പർ 1. നമ്പർ 2, ഇപ്പം ഇദ്ദേഹത്തെ തന്നെ DGP ആക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന ചർച്ച നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും അദ്ദേഹം ആ അഡ്മിനിസ്ട്രേഷൻ DGP ആയിട്ട് അവിടെ കയറി വന്നാലുണ്ടാകുന്ന സ്ഥിതി? അപ്പം മൊത്തത്തിൽ മുഖ്യമന്ത്രിയും P ശശിയും ഒരുക്കുന്ന കവചത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം ഭദ്രമാണ്. അദ്ദേഹത്തെ തൊടാൻ കഴിയില്ല. എന്തുകൊണ്ട് തൊടാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിക്ക്? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്
പി ശശിക്ക് ഇദ്ദേഹത്തിനെതിരെ ഒരു ന്യായമായ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഈ പറയുന്ന അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അദ്ദേഹത്തെ കൈവിടാൻ കഴിയില്ല. കേരളം കുട്ടിച്ചോറായാലും ഈ ഗവൺമെന്റ് ഇതിന്റെ പേരിൽ വേണ്ടേ? ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പല ആരോപണങ്ങളും തെളിവെവിടെ എന്നാണല്ലോ തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. അല്ല, അതിനുള്ള മറുപടി തന്നെയാണ് ഇത് തന്നെയാണ് അതിൻ്റെ തെളിവ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തെളിവ് കൊടുക്കാൻ ഇനി ഹൈക്കോടതിയിൽ സാധിക്കൂ. ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് സത്യസന്ധമായ അന്വേഷണം നടക്കില്ല. എനിക്കിത് കോടതിയെ സമീപിക്കേണ്ടി വരും. എനിക്കൊരു ജുഡീഷ്യൽ അന്വേഷണമോ ഒരു സബ് ജുഡീഷ്യൽ അന്വേഷണമോ നടന്നെങ്കിലേ ഇതിൻ്റെ മുകളിൽ സത്യാവസ്ഥ പുറത്തു വരൂ. അവിടെ എത്തിയില്ലേ? പരാതിക്കാരനായ എനിക്ക് ഇതുവരെ ഇവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പി തന്നിട്ടില്ല സ്മൃതി. ഈ പുതിയ റവാഡ ചന്ദ്രശേഖർ വന്നിട്ട് പോയി കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി എനിക്കെന്താ മാർഗം? പരാതിക്കാരനായ എനിക്ക് പരാതിയുടെ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കണം. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശപ്രകാരം ആ കോപ്പി വാങ്ങിയതിന് ശേഷം വേണം എനിക്ക് ഞാൻ ഉയർത്തിയ ആരോപണങ്ങളും ഞാൻ നൽകിയ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം ചെയ്ത കുറ്റങ്ങളുടെ തെളിവുകൾ ഇതാണ്, അദ്ദേഹം സമ്പാദിച്ച സമ്പത്തിൻ്റെ രേഖകൾ ഇതാ, ആധാരം ഇതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുക്കണം എനിക്ക്. അപ്പോഴേ ഇനി ഈ ആരോപണം തെളിയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് CPM മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം എവിടെ തെളിവ്? ഞാൻ എങ്ങനെ എനിക്ക് ആകാശത്തുനിന്ന് തെളിവ് പറിച്ചു കൊടുക്കാൻ പറ്റുമോ സ്മൃതി? കൊടുത്ത തെളിവുകൾ മുഴുവൻ ഇവർ മുക്കി. അത് മുക്കി എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു പരാതിക്കാരനായ എനിക്ക് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി തരണ്ടേ? അത് ഏറ്റവും എന്താ പറയുക, നമ്മുടെ നിയമസംഹിതയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അതുപോലും ചെയ്യാതെ ഇപ്പോൾ സ്മൃതി ചോദിച്ച പോലെ തന്നെ അവരും ചോദിക്കുക എന്ത് സംഭവിച്ചു, താങ്കൾ ഉന്നയിച്ച കാര്യത്തിൽ ആകെ ചെയ്തിരിക്കുന്നത് സുജിത്ദാസിനെതിരായ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ആണെങ്കിൽ തന്നെ അതൊരു നടപടി എന്ന് പറയാൻ പറ്റില്ല. സസ്പെൻഷൻ ഒരു നടപടിയല്ലല്ലോ. അപ്പോൾ അത്രയാണ് ആകെ ചെയ്തിട്ടില്ല. അങ്ങ് ഉന്നയിച്ച ഇത്രയും വിഷയങ്ങളിൽ ആകെ ചെയ്ത കാര്യം അതാണ്. അതെ, ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതും ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. സുജിത് കുമാറിൻ്റെ തൊട്ട റൂമിനാണ്, അജിത് കുമാറിൻ്റെ തൊട്ട റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തെയും റീഇൻസ്റ്റേറ്റ് ചെയ്ത് വെച്ച് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോക്കസാണ്. ഇത് വലിയൊരു മാഫിയ സംഘമാണ് പോലീസിൻ്റെ അകത്തെ. അവരാണ് കേരളത്തിലെ പോലീസിനെ ഈ വർഗീയവൽക്കരിച്ചതും സാമ്പത്തിക ഇപ്പം ഞാൻ പറഞ്ഞ ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട അന്ന് ഞാൻ ഉയർത്തിയ ഈ പറയുന്ന എന്താ പറയുക ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പം റിപ്പോർട്ടർ TV തന്നെ വളരെ ശക്തമായി ഏറ്റെടുത്തിരുന്ന വിഷയമായിരുന്നല്ലോ താനൂർ കസ്റ്റഡി മരണം. ഇവരൊക്കെ അതിൽ പ്രതികളാണല്ലോ. ആ കേസ് ഇപ്പോൾ എവിടെ എത്തി സ്മൃതി? ആ CBI പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന IPSകാർ. അവരാണ് കേരളം ഭരിക്കുന്നത്. അതിനെതിരായ ശക്തമായ ഒരു നിലപാട് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയൊക്കെ വഷളായ സ്ഥിതിക്ക് തടിയൂരാനുള്ള എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ നടപടിക്കപ്പുറം സത്യത്തിൽ ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്ത് ജയിലിലാക്കില്ല വേണ്ടത്. ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ എല്ലാ തെളിവുകളും കൊടുത്തിട്ട് ഇദ്ദേഹത്തെയൊക്കെ പോലീസിലിരുത്താൻ പറ്റുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ഉള്ള ഫീലിംഗ് എന്തായിരിക്കും? ഇതുപോലെ ക്രിമിനലിസം നടത്തുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള IPSകാർക്കും അല്ലാത്തവർക്കും അവരെന്താണ് പഠിച്ചെടുക്കുന്നത്? അവരാണല്ലോ ഇനി അടുത്ത തലമുറയെ ഇവിടെ പോലീസിനെ നിയന്ത്രിക്കേണ്ടത്. ശരി, അപ്പോൾ തലപ്പത്താണ് പ്രശ്നം. അവരെ ക്രിമിനൽ നടപടി സ്വീകരിച്ച് ഇദ്ദേഹത്തെ ജയിലിലാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് സാധ്യമല്ലാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ കരാള ഹസ്തങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെയായി വലയം ചെയ്ത് നിൽക്കുന്നു എന്ന് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ സഖാക്കൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെടാത്ത 3.5 കോടി ജനങ്ങളിലെ ഏക വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.